അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്റെ റംലെ, നീ ഇപ്പോഴേ പൈസക്ക് കണക്ക് പറഞ്ഞാലോ? ഇനി എന്തെല്ലാം ചെലവുകളുണ്ട്. വരവ് ചെലവൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇനി ടൂർ പോകാൻ തയ്യാറായിക്കോട്ടോ. പ്രസിഡന്റ്, എന്നാ പിന്നെ നമുക്ക് മീറ്റിംഗ് നിർത്തിക്കൂടെ? ശരി. ഒന്നുമില്ല, അടിപൊളിയാട്ടോ. നിന്റെ നേതൃപാഠവും ഗംഭീരമാണ്. നിങ്ങളെ കൂടെ ജീവിക്കുന്ന അത്രയൊന്നും വരില്ല നേതൃപാഠവും. കഷ്ടം. ഒന്ന് പ്രോത്സാഹിപ്പിക്കാന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കത്തില്ല. ഇനി നിന്റെ ഗുണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാ ഇത് മനസ്സിലാകുകയല്ല. മനുഷ്യരോട് സ്നേഹമുണ്ടെങ്കിലല്ലേ ഇതൊക്കെ മനസ്സിലാവൂ. നീയേ ഇവിടുന്ന് പോകാൻ പോയപ്പം അമ്മ പാരയായിട്ട് ഇറങ്ങിയതാ നിന്നെ വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരൊറ്റയാൾ ഇടപെട്ടുകൊണ്ടാണ് നിനക്ക് പോകാൻ പെർമിഷൻ കിട്ടുന്നത്. അതെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിലും ഞാൻ പോവും. അമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ പോവും? അടിപൊളി. അമ്മായിമ്മ പറഞ്ഞാലും നമ്മളനുസരിക്കത്തില്ല. ഇനി ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുവോ? ഒട്ടും കേൾക്കത്തില്ല. ഇതാടി നേതൃപാഠം. അതെങ്ങനെയാ ബാക്കിയുള്ളവരോട് സ്നേഹമോ അനുകമ്പയോ അങ്ങനെ എന്തെങ്കിലും വേണ്ട? ഒരു കൊന്തോ ഇല്ലല്ലോ. നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ ഊട്ടി പോയിട്ട് വരും, നിങ്ങൾക്ക് എന്താ കൊണ്ടുവരണ്ടേ? കാര്യമായിട്ടാണോ? അതൊക്കെ കാര്യമായിട്ടാ. ഞാനേ ഇത്രയും കാലം ഊട്ടി പോയിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരുതരം മദ്യമുണ്ട്, അടിപൊളിയാ. അതൊരു കുപ്പി മേടിച്ചോണ്ട് വരാമോ? ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചേ. നിങ്ങൾക്ക് കൂളിംഗ് ഗ്ലാസ്സോ മങ്കി ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാന്നാ ഉദ്ദേശിച്ചത്. കൂളിംഗ് ഗ്ലാസ് മങ്കി ക്ലാപ്പ് ഇളയ ചെറുക്കനെ കൊടുത്ത് അവൻ വലിച്ച് നിന്റെ മോന്തയ്ക്ക് എറിയും. അതാണ് എനിക്ക് മേടിച്ചോണ്ട് വരുന്നത്. പിന്നെ ഞാൻ മദ്യം മേടിച്ചോണ്ട് വരണോ? ഇല്ലെങ്കിൽ വേണ്ട. ഈ മഞ്ഞു മൂടി നിൽക്കുന്ന ഊട്ടി പർവ്വത നിരകൾക്കിടയിൽ പൂത്തു നിൽക്കുന്ന ഇവിടുത്തെ ഊട്ടി പൂക്കളുണ്ടല്ലോ, അതൊരെണ്ണം കൊണ്ട് തരാമോ? ഇത് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട്. എനിക്ക് അതല്ലേ പണി. അടുത്ത ഊട്ടി പൂക്കൾ പറിക്കാൻ പോക്ക്. പൈങ്കിളി വർത്താനം കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ പൈങ്കിളി അല്ലാത്ത കാര്യങ്ങൾ ചെയ്യും. ഉദാത്തമായത്, താത്വികമായത്. മഞ്ഞുമലകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഊട്ടി പൂക്കൾ പ്രിയതമ്മ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരട്ടെ, ഇങ്ങനെ പറഞ്ഞാ മതിയോ? അത് പൈങ്കിളിയല്ലേ. പിന്നെ എങ്ങനെ പറയണം? അപ്പോ നിന്റെ മുഖത്ത് നോക്കിയാ റൊമാൻസ് മരുന്നില്ല, ഒന്നും വരും. നിങ്ങൾ റൊമാൻസും പറഞ്ഞ് ഇവിടെ ഇരുന്നോ. എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്. റൊമാൻസിനെ പറ്റിയ ചളുക്ക് അരയിഞ്ച് നീളമുള്ള മുടി, ശ്വാസം മുട്ടലിന്റെ പ്ലാനൊക്കെ ചീറ്റിപ്പോയല്ലേ? നിന്റെ കാര്യം നോക്കടാ ഇറക്കാം. എന്റെ പൊന്നച്ചമ്മ, ഞാൻ പറഞ്ഞാലും എല്ലാം ചെയ്താൽ പോലായിരുന്നു. നീ പറഞ്ഞ പോലെ വണ്ടിയുടെ മുമ്പിൽ ചാടണം. ഈ ശ്വാസം മുട്ടലൊക്കെ അങ്ങ് പണ്ടത്തെ പരിപാടി, അതൊന്നും പേക്കൂല. വണ്ടിയുടെ മുന്നിൽ ചാടുമായിരുന്നെങ്കിൽ അമ്മ പോകത്തുമില്ലായിരുന്നു. അച്ചമ്മയ്ക്ക് ഫ്രീ ട്രീറ്റ്മെന്റും കിട്ടിയേനെ, സുഖ ചികിത്സ.